വാനില ചെടിയേ വാനില ചെടിയേ വാനില ചെടിയേ വാനോളം വളരും വാനില ചെടിയേ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ കണ്ടില്ല. പിന്നെന്തേ നീ വാ, നീ പോയി പാത്രം കഴിക്കും. ഓ നീ വേണ്ടിയാണോ ഷൂട്ടിയാണേ? യെസ്, ഇതാണ് പുതിയ കിയയുടെ സെൽറ്റോസ്. ഇത് പുതിയ ഗ്രില്ലാണോ പാപ്പ? ഇത് പുതിയ ഗ്രില്ല് മാത്രമല്ലടാ, അതിന്റെ പേരും ഉണ്ട്. ഒരു ടൈഗർ നോസ് ഗ്രില്ല് എന്നാണ് അതിന്റെ പേര്. ഇതിനകത്ത് എന്തോ ഒത്തിരി വരാ. ഐസ് ക്യൂബ് പോലെയുള്ള LED പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പും അതിനകത്തുണ്ട്. പിന്നെ ഈ DRL കണ്ടു, ഈ DRLാണ് സ്റ്റാർ മാപ്പ് LED DRL എന്ന് വിളിക്കുന്ന ഇതിന്റെ പുതിയ DRL. എടാ, ഇത് സെൻസേഴ്സ്, ഫ്രണ്ടിൽ ചുറ്റും നമുക്ക് സെൻസേഴ്സ് ഉണ്ട്. അത് നമ്മൾ പാർക്കിംഗ് ഒക്കെ സമയത്ത് ഈസി ആക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് സെൻസർ ശബ്ദം ഉണ്ടാക്കും കേട്ടോ. അതാണ് മോനെ ബ്രേക്ക് കാലിപ്പർ എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പമാണ് 18 ഇഞ്ച് അലോയ് വീൽസും ഇതിനകത്ത് വരുന്നത്. ഒരു ക്രിസ്റ്റൽ കട്ട് പോലെ ഇരിക്കുന്ന ഒരു അലോയ് വീലാണത്. പേടിക്കണ്ടടാ, അത് ഡൈനമിക് വെൽക്കം ഫംഗ്ഷൻ ആണ് മോനെ. ഓട്ടോ ഫോൾഡിംഗ് മിററിന്റെ കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ഇതാണ് ബാക്കിലെ വൈപ്പർ. ഇതെന്നാണ് ശരിക്കും അടിപൊളിയായിരുന്നു. നല്ല പ്ലേസ്മെന്റ് അല്ലേ കേട്ടാ. അടിപൊളിയല്ല, വലിയ ബൂട്ട് സ്പേസ് ഉള്ളത് അവനെ ഒത്തിരി അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. എന്നെയും കൂടെ ഷൂട്ടിനുണ്ടാവോ? നോ ചാൻസ്. പ്ലീസ് 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 പ്ലീസ്. എക്സാം അല്ലേ നിനക്ക്? എക്സാം ഉച്ച കഴിഞ്ഞാ. ഉറപ്പാണോ? ഇന്റീരിയറിലേക്ക് കയറിയപ്പോൾ അവനെ ഈ ക്യാബിൻ മൊത്തത്തിൽ അവനെ ഭയങ്കര എക്സൈറ്റഡ് ആക്കി. ഇതെന്താ ഒരു വലിയ സ്ക്രീന്? ഇതാണ് മോനെ 3 സ്ക്രീൻ ഇങ്ങനെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഒറ്റ പാനലിൽ തന്നെ 3 സ്ക്രീൻ. അതിൽ ഒരെണ്ണം 12.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. വേറൊരെണ്ണം ഉള്ളത് 12.3 ഇഞ്ചിൻ്റെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിൻ്റെ നടുക്ക് മോൻ കണ്ടോ, സെൻറ്ററിൽ ഒരു 5 ഇഞ്ച് ടച്ച് സ്ക്രീനിൻ്റെ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണത്. അതാണ് മോനെ ആംബിയന്റ് ലൈറ്റിംഗ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ, അതായത് 64 ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ഈ ആംബിയന്റ് ലൈറ്റിംഗ് സെലക്ട് ചെയ്യാൻ പറ്റും. എടാ, ഇത് SOS ബട്ടണാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ബട്ടൺ കണ്ടോ, ഒരു ട്രക്കിൻ്റെ പടം, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോയൊക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യത്തിന് ട്രക്ക് വേണമെങ്കിൽ വരും. പിന്നെയുള്ള ബട്ടൺ കിയയുടെ കണക്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാളിരിപ്പുണ്ടാവും. ആ ആളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് പോവാം. എന്റെ ഫേവറേറ്റ് പാട്ട് വെച്ചോ. പിന്നെന്തേ, നമുക്ക് പോവാം. ഇതിനകത്ത് ഇരിക്കാൻ നല്ല സുഖ. എനിക്ക് സ്പീഡിൽ പോകണം. ഒന്ന് സ്പീഡിൽ പോവാമോ? നിനക്ക് സ്പീഡ് വേണല്ലേ? ഓക്കെ, ഇതിനകത്ത് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഒരു ഈക്കോ മോഡിൽ നമുക്ക് നോർമലായിട്ട് പോകാൻ പറ്റും. മോനിപ്പോൾ പറഞ്ഞ പോലെ കംഫർട്ടിൽ പോകണമെങ്കിൽ കംഫർട്ട് മോഡ് ഉണ്ട്. ഇനി അതല്ല, സ്പോർട്ട് മോഡിലിട്ടാൽ മോന് ഇഷ്ടമുള്ള സ്പീഡും ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് 3 എൻജിൻ ഓപ്ഷൻ കൂടെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 2 പെട്രോൾ എൻജിൻ, അതിൽ ഒരെണ്ണം ഒരു
ഒരു നോർമൽ എഞ്ചിനാണ്. മറ്റേ പെട്രോൾ എഞ്ചിൻ ടർബോ ഉള്ള പെട്രോൾ എഞ്ചിനാണ്. പിന്നെ ഒരു ഡീസൽ എഞ്ചിനും കിട്ടും. ആത്മവിശ്വാസം എന്നത് സ്റ്റിയറിംഗ് പിടിക്കുന്നവരിൽ മാത്രമല്ല, കാറിനുള്ളിലെ ഓരോ ഹൃദയവും സുരക്ഷിതമായി സുഖത്തോടെ കരുതലോടെ എത്തിക്കുന്നതിലാണ് അതിൻ്റെ യഥാർത്ഥ വില. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനായി നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നു. അവരോടൊപ്പം ചിലവഴിക്കുന്ന ആ ചെറിയ സന്തോഷ നിമിഷങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം.